ഒരിക്കലൊരു കേരളത്തിൽ ഒരു MLA അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്, ഈ റോഡുകളൊക്കെ ഇങ്ങനെ ഒരു ചെറിയൊരു മഴക്കാലത്തെ പോലും അതിജീവിക്കാൻ പറ്റാത്ത തരത്തിലുള്ള റോഡുകൾ വരുന്നു, പിന്നെയും റിപ്പയർ ചെയ്യുന്നു. ആ റിപ്പയർ ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് ഒന്ന് ഈ കല്ലാണ് അല്ലേ, കരിങ്കൽ ചീലുകൾ, ബ്ലൂ മെറ്റൽ, പിന്നെ ഒന്നോ സിമെൻ്റാണ്. ഇത് രണ്ടും പ്രകൃതിയിൽ നിന്ന് എടുക്കുന്നതാണല്ലോ അല്ലേ. ചുണ്ണാമ്പ് കല്ലിൽ നിന്നാണ് പ്രോസസ്സ് ചെയ്ത് സിമെൻ്റ് ഉണ്ടാക്കുന്നത്. കൂടാനുകൂടി വർഷങ്ങൾ കൊണ്ട് രൂപപ്പെട്ട് കഴിഞ്ഞാൽ കരിങ്കൽ ആണ് എടുക്കുന്നത്. സർ, ഇത് രണ്ടും ഇങ്ങനെ എടുത്തെടുത്ത് പോയാൽ ഇത് ഉണ്ടാവില്ലല്ലോ, വീണ്ടും ഉണ്ടാവില്ലല്ലോ. എത്ര കാലം അതൊക്കെ എടുക്കാനുണ്ടാവും? നമ്മുടെ റോഡ് പണിക്ക് വേണ്ടി എത്ര കാലം ഇതൊക്കെ ഈ ബ്ലൂ മെറ്റൽ എത്ര കാലം നമുക്ക് എടുക്കണ്ടാവും? അപ്പോൾ ഞാൻ ചോദിച്ചു, അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം നിങ്ങളെപ്പോലുള്ള ആളുകൾ കൂടി അഴിമതിൻ്റെ ഭാഗമാണല്ലോ. റോഡ് കേടുവരുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. റോഡ് കേടുവരുന്നത് ടെക്നോളജി വികസിക്കാത്തതുകൊണ്ടല്ലോ, അല്ലല്ലോ, ഉറപ്പല്ലേ അല്ലേ? ഇന്നത്തെ വികസിതമായ ടെക്നോളജിയുടെ വികസിതമായ ഒരു കാലഘട്ടത്തിൽ 10-15 വർഷം ഈട് നിൽക്കുന്ന റോഡ് ഉണ്ടാക്കാൻ വല്ല പണിയുണ്ടോ? ഇല്ലല്ലോ. എല്ലാ കൊല്ലം ഇങ്ങനെ മഴക്കാലം കഴിഞ്ഞാൽ ഇങ്ങനെ കൊണ്ടുപോയിട്ട് സഹ്യപർവ്വത നിരകളിൽ നിന്നോ കുന്നുകളിൽ നിന്നോ ഈ മെറ്റീരിയൽ കൊണ്ടുവരേണ്ട കാര്യമില്ലല്ലോ. ഒരു 15 കൊല്ലത്തേക്ക് വല്ല ആയുസ് ഉണ്ടാക്കാൻ പറ്റുമല്ലോ. ആ ആയുസ് ഉണ്ടാവാതെ പോകുന്നത് അഴിമതി കൊണ്ടല്ലേ, ആണല്ലോ അല്ലേ? ഒരു തർക്കമില്ല. അപ്പൊ ഇനി മുതൽ ഈ അഴിമതി എന്ന് പറയുന്നത് വലിയ എൻവയോൺമെന്റൽ ഇഷ്യൂവും കൂടി ക്രിയേറ്റ് ചെയ്യും. അതുകൊണ്ട് നമുക്ക് ഇതൊക്കെ ഒന്ന് നിർത്തുക. ഇനി അതൊക്കെ ഒന്ന് നിർത്തി ഈ റോഡിന്റെ ആയുസ്, പാലത്തിന്റെ ആയുസൊക്കെ ഉള്ളതിൻ്റെക്കാട്ടും ഒക്കെ 2 ഇരട്ടിയോ 3 ഇരട്ടിയോ മാറ്റി തീർക്കാൻ പറ്റുമോ എന്ന് ആലോചിക്കണം എന്ന ചിന്ത. പക്ഷേ ഇത്തരത്തിലുള്ള ചിന്തകൾ തുറന്ന് ഞാൻ പറയാം, ഞാൻ രാഷ്ട്രീയവാദിയായിട്ട് പറയല്ല, കേരളത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടി ഇപ്പം എന്നെ സ്വാധീനിക്കുന്നില്ല എന്നുള്ളത്. ഒരു രാഷ്ട്രീയ നേതാവിൻ്റെയും ഭാഗത്തു നിന്നുള്ള ഒരു തരത്തിലുള്ള വർത്തമാനങ്ങളും എനിക്ക് സമാശ്വാസം നൽകുന്നതുമില്ല. ബാബിയെക്കുറിച്ച് വളരെയധികം ആശങ്കാകുലനാണ് ഞാൻ.